തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നവംബർ 15, 2025. അപ്പോൾ ഇതായിരിക്കും മേ ബി റൈറ്റ് ടൈം ഫോർ സ്റ്റാർട്ടിങ് മൈ യൂട്യൂബ് ചാനൽ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് ദാസ എന്ന് നാടോടിക്കാറ്റിലാന്ന് തോന്നുന്നു ദാസിനും വിജയനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ച സമയം ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. ഇനി മേ ബി എന്നെ കാണുന്നവർ ചിലരെങ്കിലും ചിന്തിക്കുമായിരിക്കും, എന്തുകൊണ്ടാണ് ഇത്രയും കൺസേൺ ആയിട്ട് ഇത്രയും നാൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്? ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു 2 മിനിറ്റിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്ന്. സത്യമാണ്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് നമുക്കൊരു 2 മിനിറ്റ്സ് ഓർ 3 മിനിറ്റ്സിൻ്റെ ഒരു ടൈമേ ആവശ്യമുള്ളൂ. പക്ഷേ ഞാൻ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. കാരണം സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാകുന്നുണ്ട്, വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ എങ്കിലും. എന്നെ ചുറ്റുമുള്ളവർ എന്നെ അവരിങ്ങനെ കളിയാക്കുമോ, എന്നെ കുറ്റം പറയുമോ, ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ അതൊക്കെ ഇപ്പോൾ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി. കുറേ ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ച പാഠം, അതായത് നമുക്ക് ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് ഓരോരോ ലെസൺസ് നമ്മുടെ ലൈഫിൽ പഠിക്കാം. അപ്പം ഞാനും എൻ്റെ ലൈഫിൽ പഠിച്ചൊരു ലെസണാണ്, ഒരിക്കലും നമ്മൾ മറ്റൊരാൾ നമ്മളെക്കുറിച്ച് എന്ത് പറയും, എന്ത് ചിന്തിക്കും എന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കരുതെന്ന്. അപ്പോൾ എൻ്റെ ഇഷ്ടമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പം ഞാൻ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് ആലോചിച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അവർ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും, നെഗറ്റീവ് പറയുമായിരിക്കും, പോസിറ്റീവ് പറയുമായിരിക്കും, എന്തും പറയട്ടെ, ഇത് എൻ്റെ ഇഷ്ടമാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. സോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഞാനത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനത് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്. സോ ഞാൻ അനാമിക, ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ബാക്കി ഞാൻ ഇന്ന കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നേക്കാളും മോർ ബെറ്റർ എനിക്ക് തോന്നുന്നത് നമ്മുടെ അപ്കമിങ് വീഡിയോസിൽ നിങ്ങൾ എന്നെ തന്നെ നിങ്ങൾ കണ്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നതായിരിക്കും. ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെയാണെന്നും നിങ്ങൾ തന്നെ കണ്ട് വിലയിരുത്തി മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എന്തൊക്കെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സ് ചെയ്യാം, പിന്നെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട്, അതായത് നമുക്ക് കുറേ ചലഞ്ചസും പ്രാങ്ക്സും ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങും, അതുപോലെ തന്നെ എന്താണ് എനിക്ക് കുറേ കഥ പറയാനായിട്ട് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ കുറേ സ്റ്റോറീസൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എനിവേ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്ക് വീഡിയോസൊക്കെ ഇടാം കേട്ടോ. കാരണം ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോസൊക്കെ ഇടാം. എത്രത്തോളം എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും ഈ ചാനൽ ഒന്നും അറിയില്ല. പക്ഷേ എനിക്കെന്തോ ഇഷ്ടമാണ് വീഡിയോസ് എടുക്കാനും കോണ്ടന്റ് ക്രിയേഷനും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലൊക്കെ ഉപരി എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ആൻഡ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സോ ബേസിക്കലി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു, എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. ആൻഡ് അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. കണ്ടന്റ് ആയിട്ട് ഒന്നുമില്ല, ചുമ്മാ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എന്താ നിങ്ങളുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് എത്തിയിരിക്കുകയാണെന്നൊന്ന് അറിയിച്ചു. ഹോപ്പ് യു വിൽ ആക്സെപ്റ്റ് മീ, അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെന്താണ്, എന്താ പറയുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ, പിന്നെ നമ്മുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തുക. പിന്നെന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ്, അതായത് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഹോപ്പ് യു വിൽ ഡു ദാറ്റ്. താങ്ക് യു. എന്തായാലും നമ്മൾ നാളെ ഒരു അടിപൊളി വ്ളോഗ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. ഞാൻ എന്താണെന്ന് പ്ലാനൊന്നും ചെയ്തിട്ടില്ല.